വെച്ച കണ്ടോ എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഊരിയാ മതി. ഇത് തന്നെ വെച്ച് കണ്ടോ ക്ലിയർ ആവില്ല, അതാ പ്രശ്നം. ആടെന്ന് പറയുന്ന ഒരു മാസ് ഫിലിമാണ്. അപ്പം എല്ലാ ഒരു മാസ് വൈഡ് റിലീസാണ് ഉണ്ടാവുക. എല്ലാ തിയേറ്ററിലും അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടോ. പിന്നെ അത് നാളെ ഒന്നാമതേ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം 3Dയിലൊക്കെ ഷൂട്ട് ചെയ്യാം. പിന്നെ അത് ഞങ്ങളൊന്ന് ഡിബേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫ്രാഞ്ചൈസി ഇങ്ങനെ ആയിരുന്നു, ഇനിയും ഭാഗങ്ങളുണ്ട്, സ്പിൻ ഓഫ്സ് വരാം, പല പല കാര്യങ്ങൾ ആടിന് റിലേറ്റഡ് ആയിട്ട് വരാം. അപ്പം അതെല്ലാം ഇത് ഒരെണ്ണം 3D ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിസ്റ്റിക്കലി എല്ലാം അങ്ങനെ തന്നെ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെയാണ്. നാളെ ഇതിന്റെ ഒരു സ്പിൻ ഓഫോ എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇത് 3Dയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഒരുപാട് ഇതിനകത്ത് ഒരുപാട് നേരത്തെ മൃദം പറഞ്ഞ പോലെ ഒരുപാട് ഇംപ്രവൈസേഷൻ. നിങ്ങൾ ആട് 2ലും 1ലും ചിരിച്ചിട്ടുള്ള പല ഹ്യൂമറുകളും അതിന്റെ കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് ആക്ടേഴ്സിന്റെ കയ്യിലാണ്. അത് ആടില് നമ്മള് വിതിൻ ആ ഫ്രീഡം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. കോൺട്രിബ്യൂഷൻസ് ആ വെൽക്കം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആട് 3 എന്ന് പറയുന്നത് ഓൾറെഡി സ്ക്രിപ്റ്റ് ലെങ്ത് കൂടുതലാണ്. നമുക്കറിയാം ലെങ്ത് കൂടുതലാണ്. 100 സീൻ ഉണ്ടെങ്കിൽ ഒരു സീനിൽ 1 മിനിറ്റ് വെച്ച് ഇംപ്രവൈസേഷൻ കയറുമ്പോൾ തന്നെ 100 മിനിറ്റ് കൂടും. നമുക്ക് തിയേറ്ററിൽ വരുമ്പോൾ ഇതിന് എടുക്കാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും അങ്ങനെയാണ് ഡിബേറ്റ് ചെയ്യുന്നത്. മോശമായതുകൊണ്ടല്ല, ആക്ടേഴ്സ് പറയുന്ന ചില സജഷൻസ് ഒക്കെ ബ്രില്യൻ്റ് ആണ്. പക്ഷേ ഒന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ ഓരോ ഏജ് ഗ്രൂപ്പിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഇപ്പം ഇന്ന് ഒരു 15 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യുന്ന കോമഡിയുടെ പാറ്റേൺ വേറെയാണ് അവരുടെ. എന്നാൽ 60 വയസ്സിൽ ഉള്ള ഒരു മുതിർന്ന സിറ്റിസൺ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഹ്യൂമർ വേറെയാണ്. ആടിന്റെ ഓഡിയൻസ് ഇത് രണ്ടുമാണ്. 15 വയസ്സും 60 വയസ്സും 70 വയസ്സും. അപ്പൊ അവർക്കും മനസ്സിലാവണം. അപ്പൊ ആ ഒരു ബാലൻസിങ് ആക്ട് കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ ആട് 3 ശക്തമായ ഒരു സ്റ്റോറി ഉണ്ട്. ഇപ്പൊ ആട് 1 നീലക്കൊടുവിലിൽ കുറെ പുറകെ പോയി, ഇതില് ആട് അല്ലെങ്കിൽ കമ്മട്ടത്തിന്റെ പുറകെ പോയി. ഇതിൽ കുറച്ചും കൂടെ ഈ 2 ടൈം ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയവും ആ സ്റ്റോറി എസ്റ്റാബ്ലിഷനും അതും ഞങ്ങൾക്ക് വേണം. അപ്പൊ അതുകൊണ്ടാണ് കോമഡികൾ ഡിബേറ്റ് ചെയ്ത് അതിൽ ആ ബാലൻസിങ് ആക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ ഇപ്പം നമ്മൾ പാസ്റ്റ് ടൈമിലാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും പഴയ കാലഘട്ടത്തിൽ നമ്മുടെ ട്രെയിലറിൽ കണ്ട രാജാവിൻ്റെ ആ ലുക്കുകളിലാണ്. അപ്പോൾ അത് തന്നെ ചിത്രീകരണം ഏകദേശം ഒരു 4-5 മാസത്തോളം പോയി. അപ്പോൾ അത്രയും കാലം അവർ ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ അത് ബ്രേക്ക് ചെയ്തിട്ട് പ്രസന്റ് ടൈമിലേക്ക് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഗെറ്റപ്പുകൾ പിടിച്ചു. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു, കാരണം നമ്മുടെ കണ്ടിന്യൂറ്റി ഗെറ്റപ്പാണല്ലോ. പക്ഷെ മറ്റേ കാലം ഇതിന് ലുക്കും വെച്ച് ഒരുപാട് കാലം അത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കേണ്ടതായിട്ട് വന്നു. ബേസിക്കലി ഒരു 4-5 മാസം ഒരു ലുക്കിൽ തന്നെ നടക്കേണ്ടി വന്നിട്ടുണ്ട് ആ പാസ്റ്റ് ടൈമിലെ ഒരു ലുക്കിൽ. ഒരു ഒറിജിനൽ സാധനം കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ചിലയിടങ്ങളിൽ സീൻ എലിവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രെയിലറിൽ കേട്ട പോലുള്ള ചില ചെറിയ ട്വീക്കിങ്ങുകൾ, മൊത്തത്തിൽ റീമിക്സ് പരിപാടിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. ചില ട്വീക്കിങ്ങുകൾ മാത്രം നമ്മൾ വരുത്തുന്നുണ്ട്. അതുള്ളൂ. അത് അത്രയും ക്യാരക്ടേഴ്സിനെ ചുരുങ്ങിയ സമയത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. അപ്പം നമുക്കിത് ഈ മീറ്റ് ആൻഡ് ഗ്രീറ്റും ചോദ്യങ്ങളും ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇനി നമുക്ക് കൊച്ചുവർത്താനങ്ങൾ പറയാം പേഴ്സണലി. അപ്പൊ ക്യാമറകളെല്ലാം ഓഫ് ചെയ്ത് നമുക്ക് സൈഡിലോട്ട് വെച്ച് അങ്ങനെ തന്നെയായിരിക്കും. എല്ലാ ക്യാരക്ടറിനെയും പുതിയ ക്യാരക്ടർ അഡീഷൻസിനെയും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും സ്വാഗതം ചെയ്യുക. അത് ആടിൻ്റെ ഒരു കീഴ്വഴക്കമാണ്. അനങ്ങിയാൽ നമ്മൾ മാസം കിട്ടുള്ളൂ. അങ്ങനെയാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അവതരിപ്പിക്കുക. നമ്മുടെ ഒരു പടത്തിൻ്റെ ഒരു രീതിയും സ്റ്റൈലും അങ്ങനെയാണ്. പിന്നെ നമ്മുടെ
സജിവേട്ടൻ ഭാഗത്ത് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്, അവരോട് സംസാരിക്കാം, വിശേഷങ്ങൾ ചോദിക്കാം. തൊട്ടുപ്രതിരിക്കുന്ന ആളെ നിങ്ങളൊന്ന് പരിചയപ്പെട്ട് വെക്കേണ്ടതാണ്. അനീസ് നാടോടി, അദ്ദേഹമാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ. ആടിൻ്റെ പടുകൂറ്റൻ വിഷ്വൽസിന് പിന്നിൽ പുള്ളിയാണ്. പിന്നെ നമ്മുടെ നമ്മുടെ അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇനി നമുക്ക് കുറച്ച് പേഴ്സണലി കുറച്ച് വർത്താനം പറയാം. അപ്പം നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ ചോദ്യങ്ങൾ വേണ്ട, ഒന്ന് ഫോട്ടോ യൂസ് ചെയ്യാം. അപ്പം ഗംഭീരമായിരിക്കും എന്ന് പറയാൻ മറ്റേ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ തലയിൽ കയറും. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട്, അത് ഹൈദരാബാദിന് ഒരുമാതിരിയാണ് ചിത്രീകരിച്ചത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും, ഒരു ഹോൾസം എന്റർടൈനർ ആയിരിക്കും. ആദ്യമായിട്ട് പല ലാംഗ്വേജിലും ഇതിന്റെ ട്രെയിലർ റിയാക്ഷൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും ട്രെയിലർ റിയാക്ഷൻ ഏതൊക്കെ ലാംഗ്വേജിൽ നിന്ന് വന്നെന്ന് നോക്കലായിരുന്നു പണി. ഹിന്ദി, പഞ്ചാബി, ബംഗാളി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസിലെ ഓഡിയൻസിലേക്ക് നമ്മുടെ ട്രെയിലർ എത്തി എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. അതിനകത്ത് 1-2 ട്രെയിലർ റിയാക്ഷനിൽ അവർ പറഞ്ഞത് 1ഉം 2ഉം കണ്ടിട്ടില്ല, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ട്രെയിലർ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് എങ്ങനെ അവർക്കത് അവരുടെ കണ്ണിലേക്ക് എത്തിയെന്നുള്ള അറിയില്ല, പക്ഷെ ദേ ലൈക്ഡ് ഇറ്റ്. ആൻഡ് അവർ ക്യാരക്ടേഴ്സിന്റെ പേര് റിയാക്ഷൻ പോകുമ്പോഴത്തേക്കും ക്യാരക്ടേഴ്സിന്റെ പേരും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഒരുപാട് സന്തോഷം നൽകി. ആ ഓഡിയൻസിന് വേണ്ടി ആട് 2 നമ്മൾ എല്ലാ ലാംഗ്വേജിലും ഡബ് ചെയ്ത് അടുത്ത ദിവസം തന്നെ അത് യൂട്യൂബിലൂടെ തന്നെ റിലീസ് ചെയ്യണം. അപ്പം ആ ഫ്ലേവർ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ മാനറിസം അവർക്ക് മറ്റുള്ള ഭാഷയിൽ, ഇപ്പോൾ മലയാള സിനിമയെ ഒരുപാട് നോൺ മലയാളീസ് കാണാൻ ശ്രമിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അനീസ് നാടോടി ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരാളാണ്, നമ്മുടെ ആർട്ട് ഡയറക്ടറാണ്. ഇത്രയും മാസങ്ങളും ദിവസങ്ങളും അദ്ദേഹം വെയിലും മഴയും ഒക്കെ കൊണ്ട് ഇതിൻ്റെ ഗംഭീരമായ സെറ്റുകൾ ഒരു വട്ടമല്ല, ചില സെറ്റുകളൊക്കെ 2-3 വട്ടം അതേപോലെ ഇറക്ട് ചെയ്തുകൊണ്ട് മഴ കാരണം പലതും പൊളിഞ്ഞൊക്കെ പോയി. അനീസിന് കൊടുക്കാം. താങ്ക് യു സർ, താങ്ക് യു ഫോർ കമ്മിങ്. പറഞ്ഞ പോലെ എല്ലാവരെയും പോലെ തന്നെ എക്സൈറ്റഡ് ആണ് ആട് 3ന്റെ കാര്യത്തിൽ. എന്നെപ്പോലെ ഒരു മനുഷ്യന് കരിയറിൽ ചെയ്ത ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ്. ഒരു പ്രോജക്റ്റ് ചെയ്യാൻ മുന്നോട്ട് വന്ന പ്രൊഡക്ഷൻ കമ്പനികളാണ് ഫ്രൈഡേ ഫിലിംസിനെയും കായ ഫിലിംസിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ടീം പോലെ ഓൾമോസ്റ്റ് ഒരു 300 ദിവസത്തെ സ്പാനിലാണ് നമ്മൾ 130 ഡേയ്സ് ഷൂട്ട് ചെയ്തത്. മഴയോടും കാലാവസ്ഥയോടും ഒക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടും ഫൈറ്റ് ചെയ്തിട്ടുമാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് അതിനൊരു ഗ്രാൻഡിയർ ട്രെയിലറിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ചെറിയൊരു സൂചന. നമ്മളിട്ടത് ബേസിക്കലി സെറ്റിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ വി വർ നോട്ട് പുട്ടിങ് ജസ്റ്റ് സെറ്റ്സ്, വലിയൊരു എൻവിറോൺമെൻറ്റ് തന്നെയാണ് അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ സെറ്റിൻ്റെയും കാര്യത്തിൽ ജസ്റ്റ് ഒരു സെറ്റ് പീസ് അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു വലിയൊരു എൻവിറോൺമെൻറ്റ് വൈസ് തന്നെ ആ ഒരു ഏരിയനെ എക്സ്പ്ലോർ ചെയ്യാൻ പ്രൊഡക്ഷൻ കമ്പനീൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഇത്രയും നല്ലൊരു ടീം വർക്കും കരിയർ വൈസിൽ ഇറ്റ് ഈസ് മൈ 28ാമത്തെ പടമാണ് തോന്നുന്നു. ബട്ട് ഇത്രയും ഭംഗിയായി, ഇത്രയും ആവശ്യത്തോടു കൂടി 1ാം നാൾ മുതൽ ഏറ്റവും അവസാന ദിവസം വരെ ഇപ്പോൾ തിയേറ്ററിൽ റിലീസിന് വേണ്ടി എല്ലാവിധ സർവ്വസന്നാഹങ്ങളോട് കാത്തുന്ന സിനിമ. സോ റിക്വസ്റ്റിംഗ് യു ഓൾ ടു റീച്ച് തിയേറ്റർ വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് on March 19th. താങ്ക് യു. എൻ്റെ ശബ്ദം പോയിരിക്കുകയാണ്. എൻ്റെ കരിയറിൽ ഏറ്റവും വലിയ സിനിമയാണിത്. ഇത് ഒത്തിരി സന്തോഷം. വിജയനോടും എല്ലാവരോടും എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയില്ല. ഇതൊരു സംഭവമായി മാറുന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ എല്ലാവരുടെയും കൂടെയുള്ള കഷ്ടപ്പാട് ഇത് അടിപൊളിയാവും. എല്ലാവരും കൂടെ നിൽക്കണം. താങ്ക് യു. മിഥുനും ആടിൻ്റെ ടീമും വന്നാൽ ഫോട്ടോ എടുക്കാം. പാപ്പനും എത്തിയില്ലേ? പ്രസ് കോൺഫറൻസ് ഞങ്ങളുടെ കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും നിർത്താൻ ഒരു ഫോട്ടോ. എല്ലാവർക്കും നമസ്കാരം.
ആടുത്രിയുടെ പ്രമോഷന് വേണ്ടിയിട്ട് ഇത്രയധികം മീഡിയ സുഹൃത്തുക്കൾ ഇവിടെ വന്നതിലും സഹകരിക്കുന്നതിലും ഒരുപാട് സന്തോഷം. എല്ലാവരും എല്ലാ കാര്യവും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. മാർച്ച് 19-ാം തീയതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.